സോ ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ പ്രൊഫഷൻ വിത്ത് ഓർ വിത്തൗട്ട് നീറ്റ് ഈ ഒരു വിഷയമാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. കരിയർ ഗൈഡൻസ് 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ അഭിരുചി അല്ലെങ്കിൽ പാഷൻ, അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി, അതുപോലെ അവരുടെ ചുറ്റുമുള്ള പോസിബിലിറ്റീസ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പല പ്രാവശ്യം പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം തീർച്ചയായിട്ടും നമ്മളൊരു കരിയർ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിയർ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ നമ്മളുടെ കുറച്ച് കാലം മുമ്പൊക്കെ ഇങ്ങനെ ഒരു രീതിയില്ലായിരുന്നു, അന്നത്തെ ഒരു പാറ്റേൺ അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് ഭയങ്കര കോമ്പറ്റീഷനാണ്. അതുപോലെ തന്നെ കോഴ്സുകൾ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത വിധം കോഴ്സുകൾക്ക് ഒത്തിരി ബാഹുല്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായി കോഴ്സുകളെ തിരിച്ചറിഞ്ഞ് ഏത് കോഴ്സാണ് നമ്മുടെ പാഷനും അതുപോലെ പേഴ്സണാലിറ്റിക്കും യോജിച്ചതെന്ന് മനസ്സിലാക്കി പ്രയോറിറ്റൈസ് ചെയ്തിട്ടൊക്കെ വേണം തീർച്ചയായിട്ടും ഈ പ്രൊഫഷനിലേക്ക്. MBBS അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഇങ്ങനെയുള്ള തലങ്ങളിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നീറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നീറ്റുമായി ബന്ധപ്പെട്ട് നീറ്റോടു കൂടിയും നീറ്റില്ലാതെയും എങ്ങനെയാണ് ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്ക് നീങ്ങാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ വിഷയം ഇതാണ്, വിത്ത് ഓർ വിത്തൗട്ട് നീറ്റ്. നീറ്റിലൂടെ MBBS എന്ന് പറയുന്ന ഏറ്റവും പ്രത്യേകതയുള്ള റെപ്യൂട്ടേഷനുള്ള ആ ഒരു ഡോക്ടർ പദവിയിലേക്ക് കടന്നു പോകാൻ, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കുറച്ച് അധികം കോഴ്സുകളിലേക്ക് കടന്നു പോകാനൊക്കെ നീറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം അത്യാവശ്യമായിട്ട് പാസ്സാകേണ്ടതുണ്ട്. അതോടൊപ്പം അതില്ലാതെയും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന, ഒരുപക്ഷെ നീക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് വീണ്ടും അധ്യയനത്തിലേക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ഇന്ന് നമുക്ക് പ്രതിപാദിക്കാം. പ്രധാനമായും നീറ്റ് എക്സാം എന്ന് പറയുന്നത് തന്നെ മെഡിക്കൽ MBBS PDS ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാമാണ്. നീറ്റ് സ്കോർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് MBBS, ബാച്ചിലർ ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് സർജറി, അതുപോലെ തന്നെ BDS, ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി പോലെയുള്ള കോഴ്സുകളിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. പ്രത്യേകിച്ച് സർക്കാർ, അതുപോലെ തന്നെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ, അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ളിടത്തൊക്കെ സീറ്റുകൾ ഈ സ്കോറിലൂടെ, ഈ നീറ്റിൻ്റെ സ്കോറിലൂടെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് MBBS എന്ന് പറയുന്നത് അതിൻ്റെ കോഴ്സ് കാലാവധി 5.5 years ആണ്. 4.5 വർഷം അക്കാഡമിക് പഠനവും 1 വർഷം ഇന്റേൺഷിപ്പും. പ്രധാനമായും പഠിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിന്റെ ഘടന, അനാട്ടോമി, അതുപോലെ തന്നെ ഫിസിയോളജി, ബയോകെമിസ്ട്രി, മെഡിക്കൽ മൈക്രോബയോളജി, പാത്തോളജി, രോഗത്തെക്കുറിച്ചും രോഗലക്ഷണങ്ങളെക്കുറിച്ചും, അതുപോലെ ഫാർമക്കോളജി, മരുന്നുകൾ, ഇങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പഠനവും അതിനോടൊപ്പം ഇന്റേൺഷിപ്പും, അതിനോടുള്ള കാലഘട്ടങ്ങളെല്ലാം ക്ലിനിക്കൽ പരിശീലനവും, രോഗിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളും എല്ലാം MBBS എന്ന തലത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിന് ശേഷമുള്ള അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായി MD MS PG കോഴ്സുകൾ, സ്പെഷ്യലൈസേഷൻ, കാർഡിയോളജി, ന്യൂറോളജി, സർജറി, പീഡിയാട്രിക്സ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെയുള്ള സ്പെഷ്യലൈസേഷനുകൾ MD അല്ലെങ്കിൽ MS. അതുപോലെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടറായി പ്രവേശിക്കുക, അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ. ഇതോടൊപ്പം തന്നെ ഈ MBBSന് ശേഷം USMLE അല്ലെങ്കിൽ PLAB എന്ന് പറഞ്ഞ വിദേശത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ മെഡിക്കൽ ടീച്ചേഴ്സായി മാറുക, പ്രൊഫസേഴ്സായി മാറുക, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഈ MBBSന് ശേഷം. MBBSനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ കേരളത്തിൽ സീറ്റുകൾ 2024 കണക്കനുസരിച്ച് സർക്കാർ കോളേജുകൾ 11 എണ്ണമാണ്. അതിലൂടെ 1750 മെഡിക്കൽ സീറ്റുകൾ അവൈലബിൾ ആണ്.
അതുപോലെ പ്രൈവറ്റ് കോളേജുകൾ 24 എണ്ണമാണ്. 3150 സീറ്റുകൾ. ടോട്ടൽ 35 കോളേജിലൂടെ 4900 സീറ്റുകളാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയിൽ MBBS ഏകദേശം 1 ലക്ഷത്തിലധികം സീറ്റുകളുണ്ട്. അത് 365 സർക്കാർ കോളേജുകൾ കൂടെ 56,000 ശേഷം സീറ്റുകളും 315 പ്രൈവറ്റ് കോളേജിലൂടെ 82,000-ലധികം സീറ്റുകളുമുണ്ട്. ഈ എണ്ണം സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നേക്കാം, എങ്കിലും ഏകദേശമൊക്കെ ഇങ്ങനെയാണെന്ന് നമുക്ക് ധരിക്കാം. ഇതാണ് MBBSകളെ കുറിച്ചുള്ള സീറ്റുകളെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം. ഈ പ്രധാനമായും നീറ്റിന്റെ റാങ്ക് ആണ്. അത് 1 മുതൽ 50,000 വരെയുള്ള സീറ്റ്, ഓൾ ഇന്ത്യ കോട്ട, സ്റ്റേറ്റ് കോട്ട എന്നൊക്കെ നമ്മൾ തിരിക്കാൻ വേണ്ടി. ഏകദേശം നമ്മൾ 2023 കണക്ക് പറയുമ്പോൾ ഏകദേശം 600 മുതൽ 720 വരെ കട്ട് ഓഫ് മാർക്ക്, അത്ര മാർക്കെങ്കിലും നേടിയിരിക്കണം. അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജസിലെ 86,000, നേരത്തെ പറഞ്ഞത് ഗവൺമെന്റ് കോളേജിൽ ഏകദേശം 1750 സീറ്റുകളും. അതിന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 5,000 മുതൽ 50,000 വരെയുള്ള റാങ്ക്, നീറ്റ് റാങ്ക് ഉണ്ടെങ്കിൽ മിക്കവാറും അങ്ങനെയുള്ള സീറ്റുകളിൽ കേരളത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ അതിന്റെ സീറ്റിന്റെ എണ്ണം ഏകദേശം 4-5 ലക്ഷം ആളുകളാണ് പരീക്ഷ എഴുതുന്നത്. അതനുസരിച്ച് റാങ്ക് കൂടി വരും. 50,000 മുതൽ 2 ലക്ഷം വരെയുള്ള സീറ്റുകളാണ് പ്രൈവറ്റ് കോളേജിൽ. അവിടെയും കട്ട് ഓഫ് ഒക്കെ ഉണ്ട്, 500 മുതൽ 600 വരെ. ഇവിടെയും 670 അങ്ങനെ ഹയർ കട്ട് ഓഫ് ഉണ്ട്. ഓരോ വർഷവും കട്ട് ഓഫ് പ്രത്യേകം പറയാം. ഇവിടെ 2023 ഒരു കട്ട് ഓഫ് ആണ് പറഞ്ഞിരിക്കുന്നത്. 24 വേറെ കട്ട് ഓഫ് ഉണ്ട്. 25 മറ്റൊരു കട്ട് ഓഫ് ആയിരിക്കും. അതുപോലെ കേരള പ്രൈവറ്റ് കോളേജസിലാണെങ്കിൽ 3,250 സീറ്റ്, ഏകദേശം 50,000 മുതൽ 1,50,000 വരെയുള്ള നീറ്റ് സ്കോറുമായി ബന്ധപ്പെട്ട് ഈ കോളേജുകളിൽ നമുക്ക് സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതകൾ. ഇനി ഇന്ത്യയെ സംബന്ധിച്ചോളം പറയുമ്പോൾ ഏറ്റവും പ്രാഗൽഭ്യമുള്ള ടോപ്പ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജസിന്റെ ഒരു ലിസ്റ്റാണിത്. AMS എന്ന് വെച്ചാൽ തന്നെ 19 സെന്റേഴ്സ് ഉണ്ട് പല സ്റ്റേറ്റുകളിലെ. 2,335 സീറ്റുകളുണ്ട്. അവിടെ നീറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് നീറ്റ് എക്സാമിനേഷനാണ് അതിൻ്റെ മാനദണ്ഡം. അതുപോലെ തന്നെ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് AFMC എന്ന് പറയും, പൂനെയിൽ 150ഓളം സീറ്റുകളുണ്ട്. അവിടെ നീറ്റ് മാത്രമല്ല, AFMCയുടെ സ്ക്രീൻ ടെസ്റ്റ്, SSBയുടെ ഇന്റർവ്യൂവും കാണും. മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് MAMC ഡൽഹി 250 സീറ്റുകളുണ്ട്. അവിടെയും ഡൽഹി സ്റ്റേറ്റ് കോട്ടയും നീറ്റിന്റെ മറ്റ് ഓൾ ഇന്ത്യ കോട്ടയും ഒക്കെ കൺസിഡർ ചെയ്യും. അതുപോലെ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ലക്നൗ 250 സീറ്റ്സ് ആണുള്ളത്. നീറ്റാണ് പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. അതുപോലെ UP സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കോട്ടകളൊക്കെ ഉണ്ട്. അതുപോലെ വളരെ പ്രസിദ്ധമാണ് പുതുച്ചേരിയിലുള്ള, അതുപോലെ കാരക്കലുമുള്ള ജിപ്മർ 200 സീറ്റാണ്, നീറ്റ് ബേസ്ഡ് ആണ്. അതുപോലെ കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാൽ KMC എന്ന് നമ്മൾ പറയും, 250 സീറ്റ്. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ 100 സീറ്റ്. അതുപോലെ തന്നെ SRM ചെന്നൈ, അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ കൊച്ചി 150 സീറ്റ്. അവിടെ അമൃതയുടെ ഒരു കൗൺസിലിംഗ് നീറ്റിന്റെ സ്കോർ ആയിരിക്കും കൺസിഡറേഷൻ. അതുപോലെ രാമയ്യ മെഡിക്കൽ കോളേജ് 150 സീറ്റ് ബാംഗ്ലൂരിൽ, അവിടെയും രാമയ്യയുടെ ഒരു കൗൺസിലിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ടോപ്പ് നിൽക്കുന്നതാണ്. ഇതുപോലെ അനേകം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഏറ്റവും ടോപ്പ് എന്ന് പറയാവുന്ന MBBS നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യണമെന്നാണല്ലോ. MBBS സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ AMSനെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ നീറ്റിലേക്ക് കടക്കാൻ. അപ്പോഴാണ് ഒരുപക്ഷെ നമ്മൾക്ക് ഏറ്റവും പ്രയോജനകരമായ മറ്റൊരു കോളേജിലേക്ക് നമുക്ക് കിട്ടുന്നത്. അത്രമാത്രം ടൈറ്റ് കോമ്പറ്റീഷനുള്ള ഒരു ഏരിയയാണ് MBBS എന്നുള്ളത്. ഇനി കേരളത്തെ സംബന്ധിച്ചോളം പറയുമ്പോൾ പ്രധാനമായിട്ടും ടോപ്പ് ക്രൈറ്റീരിയയിൽ നമ്മൾ പറയുമ്പോൾ ഗവൺമെന്റ് കോളേജുകൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണ് ഏറ്റവും ടോപ്പ് നിൽക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട്, തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ, മലപ്പുറം, എറണാകുളം ഈ സീറ്റുകളിലെല്ലാം ഗവൺമെന്റ് സീറ്റുകളാണ്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചോളം അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ കൊച്ചിയിൽ AIMS എന്ന് പറയും. അതുപോലെ ജൂബിലി മിഷൻ തൃശ്ശൂര്, പുഷ്പഗിരി, ശ്രീഗോകുലം, KMCT കോഴിക്കോട്, മലങ്കര ഓർത്തഡോക്സ് ചർച്ചിന്റെ കോലഞ്ചേരി, അസീസിയ മെഡിക്കൽ കോളേജ്, അങ്ങനെ ഒത്തിരി കോളേജുകളുണ്ട്. എങ്കിലും ചില കോളേജുകൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെയും കോളേജുകളുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും ടോപ്പായിട്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എപ്പോഴും നീറ്റ് എഴുതുമ്പോൾ ഇങ്ങനെയുള്ള കോളേജുകൾ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ടതുപോലത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇന്ത്യയിലെ കോളേജുകളെ മനസ്സിൽ കണ്ട് ആ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് നീറ്റിന്റെ പഠനത്തിലേക്ക് എത്തിച്ചത്. ജസ്റ്റ് നമ്മൾ +2-ന്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചു എന്നുള്ളതിനേക്കാളും കൂടുതൽ ഏറ്റവും നല്ല കോളേജ് ഏതാണ്, ആ കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടണം എന്നുള്ള രീതിയിലുള്ളൊരു
നല്ലൊരു ഗോൾ സെറ്റിങ്ങോടെ, നല്ലൊരു തോട്ട് പ്രോസസ്സോട് കൂടി നമ്മൾ പഠിക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ പലപ്പോഴും ഒരു പ്രാവശ്യത്തെ അപ്പിയറിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ഒക്കെ ചെയ്യാനുള്ള സാധ്യതയോ അത് തന്നെയാണ്. അപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ലക്ഷ്യം വളരെ ഇമ്പോർട്ടൻ്റ്. അടുത്തതായിട്ട് AMIസിനെ കുറിച്ച് പറയാം. ഏറ്റവും ബെസ്റ്റ് കോളേജ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ MBBS ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് AIIMS, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ഞാൻ പറഞ്ഞു 19 സെന്റേഴ്സ് ഉണ്ട് അതിന് പല സംസ്ഥാനങ്ങളിലായി. 2335 സീറ്റുകളുണ്ട്. നീറ്റാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. ജനറൽ കോട്ട എന്ന് പറയുന്നത് റാങ്ക് ബിലോ 50, 99.19+ അതിൻ്റെ റാങ്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ OBC, SC, ST, EWS എന്നൊക്കെ പറയുന്ന സ്പെഷ്യൽ കാറ്റഗറിക്ക് അതിനനുസരിച്ച് റാങ്കിന് കുറവുണ്ട്. ഏറ്റവും ടോപ്പ് റാങ്കുകൾ കിട്ടാൻ, കാരണം AMSൽ മാക്സിമം 2335 സീറ്റുകളാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ക്രൂഷ്യൽ പ്രോസസ്സ് തന്നെയായിരിക്കും. ഇപ്പോൾ ടോപ്പ് റാങ്ക് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 10,000 കെയും നിൽക്കണം. സീറ്റുകൾ വളരെ കുറവാണ്. അതുപോലെ ജിപ്മർ, നീറ്റാണ് അവിടെയും ക്രൈറ്റീരിയ. അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് കോളേജസ്, അനേകം സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സെൻട്രൽ കോളേജുകളുണ്ട്. അവിടെയും 50K മുതൽ 1 lakh വരെയുള്ള സീറ്റുകൾ. അതുപോലെ പ്രൈവറ്റ് കോളേജുകൾക്ക്, പ്രൈവറ്റ് കോളേജൊക്കെ എന്ന് പറയുമ്പോൾ ഏകദേശം 10 lakhs മുകളിൽ, 25 lakhs, അതുമല്ലാതെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഒരു വർഷത്തേക്ക് ഫീസ് ആകാനും സാധ്യതയാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറീസ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റീസ് നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജ് 200 സീറ്റുകളാണുള്ളത്. അതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ 150 സീറ്റുകളുണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി 150 ഉണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, അതുപോലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ, അവിടെ 100 സീറ്റുകൾ. ഇങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഇവിടെ CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അതുപോലെ തന്നെ നീറ്റും ഇതിനെ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻട്രൽ, ഇപ്പോൾ നമ്മൾ നീറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നീറ്റിൻ്റെ എക്സാമിനേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതിൻ്റെയൊക്കെ സീറ്റിൻ്റെ അളവുകളുണ്ട്, വളരെ കുറവാണ്. അപ്പോൾ ആ സീറ്റുകൾ ക്രാക്ക് ചെയ്ത് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പഠനമാണ് എപ്പോഴും നീറ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത്. ഒട്ടും എളുപ്പമല്ല എന്ന് എനിക്കറിയാമെങ്കിലും. AMSനെ കുറിച്ച് പറയുമ്പോൾ, AMSന്റെ ഡൽഹിയിൽ മാത്രം 132 സീറ്റുകളുണ്ട്. അതിൻ്റെ ഫീസ് വളരെ കുറവാണ്. 2,628 രൂപയാണ് ആനുവൽ ഫീസായിട്ട്. ഗവൺമെൻറ് സബ്സിഡൈസ്ഡ് ഫീസുകൾ, വളരെ കുറച്ച് ഫീസേ ഉള്ളൂ. തീർച്ചയായിട്ടും 132 ഏറ്റവും ടോപ്പ് സീറ്റുകൾ എന്ന് പറയാം. അവിടെ പഠിച്ചിറങ്ങുന്നവരുടെ ആ വെയിറ്റേജ്, അവരുടെ ഡിഗ്നിറ്റി ഒക്കെ നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ ഓൾ AMSന്റെ തന്നെ അതർ ബ്രാഞ്ചസ്, ഓരോ 19 ബ്രാഞ്ചസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ 18 ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ 100 മുതൽ 125 വരെ സീറ്റുണ്ട്. പക്ഷേ അതിൻ്റെ ഫീസ് ഏകദേശം 2,628 മുതൽ 5,000 അല്ലെങ്കിൽ 10,000 വരെയൊക്കെ കൂടാനുള്ള സാധ്യതകളുണ്ട്. ദാറ്റ് ഡിപ്പെൻഡ്സ്, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്ത്. അതുപോലെ AFMC, ആർമിയുടെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ ഫുള്ളി ഫണ്ടഡ് ആണ്, ഗവൺമെന്റ് ഫണ്ട് ചെയ്ത് പൈസ കൊടുക്കുകയേ വേണ്ട. 180 സീറ്റുകളാണ്. പക്ഷെ അവിടെ പ്രത്യേക സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് കടന്നു വരാം. അതുപോലെ ജിപ്മർ, ഫീസ് 12,000 രൂപയാണ് ഒരു വർഷത്തെ ഫീസ്. 200 സീറ്റുകളാണുള്ളത്. ടോപ്പ് പ്രൈവറ്റ് കോളേജസ് ഇതുപോലെ മണിപ്പാൽ, CMC, വെല്ലൂർ, ഇവിടെയൊക്കെ ഏകദേശം 15 lakhs മുതൽ 25 lakhs പെർ ഇയർ, അതിൽ കൂടുതലുമാകാം, 50 lakhs വരെ വരാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഒരു മാർക്കിന്റെ ഡിഫറൻസ് കൊണ്ട് ഈ പറയുന്ന AIMSൽ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ AFMC പൂനെയിൽ നിന്ന് നമുക്ക് കിട്ടാതെ വരുമ്പോൾ, നമ്മൾ പ്രൈവറ്റ് കോളേജിലേക്ക് പോകുമ്പോൾ ആ ഒട്ടും പൈസ വേണ്ട, അല്ലെങ്കിൽ 2,628 രൂപ മതി ഒരു വർഷം എന്ന തലത്തിൽ നിന്ന് 15 ലക്ഷത്തിലേക്കോ 25 ലക്ഷത്തിലേക്കോ 40 ലക്ഷത്തിലേക്കോ 50 ലക്ഷത്തിലേക്കോ ഒക്കെ മാറാനുള്ള സാധ്യതകളുണ്ട്. അതും NRI സീറ്റൊക്കെ ആണെങ്കിൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള സീറ്റുകളാണ് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട്. ഈ കോളേജ് ടൈപ്പിൽ ബേസ് ചെയ്ത് ആനുവൽ ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. AMS ഗവൺമെന്റ് കോളേജിലൊക്കെ ഏകദേശം 1,000 മുതൽ 10,000 വരെയുള്ള ഫീസുകൾ വരാം. അത് ഡിപ്പെൻസ് അപ്പോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാറി വരാം. ഒരു റേഞ്ചാണത്. പ്രൈവറ്റ് കോളേജസിൽ 5 to 25 lakhs, ഡീംഡ് യൂണിവേഴ്സിറ്റീസിൽ 10 to 15 lakhs. അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് സീറ്റിൽ, കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട സീറ്റുകൾക്ക് 15,000 പെർ ഇയർ ആണ്. CSTക്ക് 5,000 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഇതാണ് MBBSന്റെ നീറ്റ് ലെവൽ ക്രാക്ക് ചെയ്യുമ്പോൾ, ടോപ്പ് ലെവൽ ക്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ്. ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീസുകളാണ്. അതിൻ്റെ കൂടെ താമസം, അങ്ങനെയുള്ള ഫീസുകളൊക്കെ വേറെ വരും. ഇതിനോടൊപ്പം സപ്പോസ് MBBS നമ്മൾ ക്രാക്ക് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകുന്നത് BDS എന്ന് പറയുന്ന തരത്തിലാണ്, ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി.
5 വർഷമാണ് കോഴ്സ് കാലാവധി, 4 വർഷം അക്കാഡമിക്, 1 വർഷം ഇന്റേൺഷിപ്പാണ്. എന്ത് പഠിക്കും അവിടെ? നമുക്ക് തീർച്ചയായിട്ടും ഡെന്റൽ അനാട്ടമി, ഓറൽ പാത്തോളജി, ഓർത്തോഡോണ്ടിക്സ്, ഡെന്റൽ സർജറി തുടങ്ങിയ വിഭാഗങ്ങളിൽ. അതുപോലെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കണ്ടതുപോലെ തന്നെ MDS അങ്ങനെയൊക്കെയുള്ള കോഴ്സുകളിലേക്ക് പോകാൻ സാധിക്കും. ഇനി നമ്മൾ BDSന്റെ പ്രധാനപ്പെട്ട സീറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. 2024 ബേസ് ചെയ്ത് 6 സർക്കാർ കോളേജുകളാണ് 300 സീറ്റുകളുണ്ട്. പ്രൈവറ്റ് കോളേജിൽ 18 എണ്ണമാണുള്ളത്, 1200 സീറ്റുകളുണ്ട്. ടോട്ടൽ 24 കോളേജുകളിലൂടെ 1500 സീറ്റുകളാണ് BDSനുള്ളത്. അത് നല്ല MBBS കിട്ടുന്നില്ലെങ്കിൽ ഏറ്റവും അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും BDS ആയിരിക്കും. ഇന്ത്യയിലെ മൊത്തം സീറ്റുകൾ എന്ന് വെച്ചാൽ ഏതാണ്ട് 27,000 ആണ്. സർക്കാർ കോളേജ് 50, പ്രൈവറ്റ് കോളേജുകൾ 300, ഏകദേശം 23,500 സീറ്റുകളാണ് BDSന്. കേരളത്തെ സംബന്ധിച്ചോളം നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ പ്രധാനമായും നീറ്റ് റാങ്ക് തന്നെയാണ് ഡെന്റൽ BDSന് നമ്മൾ ഉപയോഗിക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ചോളം 300 സീറ്റുകൾ, ഏകദേശം 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെയുള്ള റാങ്കാണ് BDSന് നമ്മൾ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജിലാണെങ്കിൽ 3 to 8 lakhs വരെ വരാം. കട്ട് ഓഫ് മാർക്കുകളുണ്ട്, സീറ്റുകൾ ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജ്, കേരളത്തിലെ പ്രൈവറ്റ് കോളേജസ് ആണെങ്കിൽ 2 lakhs മുതൽ 6 lakhs വരെ സീറ്റുകൾ വ്യത്യാസം വരാം. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഈ ഫിഗറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ഏകദേശം ഒരു ഐഡിയ തന്നതേ മാത്രമേ. ദെൻ BDS ശേഷമുള്ള അവസരങ്ങൾ MDS, ബാച്ചുലർ ഓഫ് ഡെന്റൽ സർജറി, അത് ഓർത്തോഡോണ്ടിക്സ്, അതുപോലെ ഓറൽ സർജറി, ഇങ്ങനെയുള്ള തലങ്ങളിൽ സ്പെഷ്യലൈസേഷനായിട്ട് നിലനിൽക്കുന്നു. സർക്കാർ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ക്ലിനിക്കുകളൊക്കെ വർക്ക് ചെയ്യാം. ഡെന്റൽ കോളേജുകളിൽ ടീച്ചറായിട്ട് അല്ലെങ്കിൽ പ്രൊഫസേഴ്സായിട്ട് പോകും. വിദേശത്ത് ND, EB, കാനഡ, ADC, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പഠിക്കാനുള്ള, ഇങ്ങനെയുള്ള പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ എക്സാമിനേഷൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി വിദേശത്തുള്ള തൊഴിലവസരങ്ങൾ, ഇപ്പോൾ നമ്മൾ MBBS അല്ലെങ്കിൽ BDS ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തേക്ക് അല്ലെങ്കിൽ നീറ്റ് യോഗ്യതയോടുകൂടി വിദേശത്ത് പഠിക്കാൻ പോകണമെങ്കിൽ ഇങ്ങനെയുള്ള എക്സാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെഡിക്കൽ ലൈസൻസ് എക്സാം, USMLE വിദേശത്ത് പഠിക്കാൻ അവസരമുണ്ട്. അതുപോലെ PLAB UK മെഡിക്കൽ ലൈസൻസിങ്, അതുപോലെ FMG ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം. ഇതെല്ലാം നീറ്റ് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിദേശത്തും പഠിക്കാനുള്ള സാധ്യതകളാണ്. ഇതുണ്ടെങ്കിൽ വിദേശത്ത് പോകാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റി, പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു ജനറലൈസ് സമ്മറൈസ് എന്ന് പറഞ്ഞാൽ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ കോട്ട അല്ലെങ്കിൽ സ്റ്റേറ്റ് കോട്ട വഴിയാണ് സീറ്റ് ലഭിക്കുന്നത്. സർക്കാർ കോളേജുകൾ ഫീസ് കുറഞ്ഞത് 10,000 മുതൽ 1 ലക്ഷം വരെയൊക്കെ വരാം പെർ ഇയർ. പ്രൈവറ്റ് കോളേജിലാണെങ്കിൽ 5 ലക്ഷം മുതൽ 25 ലക്ഷം വരെ, അതിൽ കൂടുതലും വരാം. ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ കോളേജ്. അപ്പോൾ ഏകദേശം ഒരു മെത്തേഡാണ്. അപ്പോൾ ഇവിടെയാണ് ഈ നീറ്റിന്റെ സ്കോറിന്റെ ഒക്കെ പ്രത്യേകത. സർക്കാർ കോളേജുകളിൽ 10,000 രൂപയ്ക്ക്, ഒരുപക്ഷെ നമ്മൾ കണ്ടു AIMS പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അതിനേക്കാളും കുറച്ച്, FMC പോലുള്ള ആർമിയുടെ കോളേജുകൾ 0 ഫീസിൽ പോലും പഠിക്കാമെന്നിരിക്കെ ആ നീറ്റിന്റെ ആ റിസൾട്ട് അല്ലെങ്കിൽ ആ റാങ്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചെന്ന് പറ്റുന്നത് പലപ്പോഴും പ്രൈവറ്റ് കോളേജിലെ 5 ലക്ഷം മുതൽ 50 ലക്ഷം വരെ, ഒരുപക്ഷെ മാനേജ്മെന്റ് കോട്ടയില്, NRI കോട്ടയിലൊക്കെ 1 കോടി രൂപ വരെ വരുന്ന ഫീസുകളിലേക്കാണ്. അപ്പം അത്രമാത്രം പ്രാധാന്യമുണ്ട്, അത്രമാത്രം കോമ്പറ്റീഷൻ ഇൻവോൾവ് ആണ് MBBS BDSയിലേക്കുള്ള പ്രവേശനങ്ങൾ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അടുത്ത ആയുഷ് എന്ന് പറയുന്ന കോഴ്സാണ്. ആയുഷ് എന്ന് പറയുമ്പോൾ പ്രധാനമായും ആയുർവേദം, BAMS, അതുപോലെ ഹോമിയോപ്പതി, യുനാനി, സിദ്ധ, യോഗ, നാച്ചുറോപ്പതി തുടങ്ങിയ കോഴ്സുകൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഞാൻ ആനിമൽ ഹസ്ബൻഡറി ചെയ്തത് ആയുഷുമായി ബന്ധപ്പെടുന്നതല്ല, എങ്കിലും അത് ആ ഏരിയയിൽ പറഞ്ഞു. BBSc വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ എന്ന തസ്തികയിൽ MBBSO BDSO കിട്ടുന്നില്ലെങ്കിൽ ഡോക്ടറിലേക്ക് പോകാനുള്ള വഴികളിൽ ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി, സിദ്ധ, യോഗ, നാച്ചുറോപ്പതി, ഇതെല്ലാം ആയുഷിന്റെ തലത്തിലും. അനിമൽ ആൻഡ് ഹസ്ബൻഡറി എന്ന് പറയുന്നത് BBSc മൃഗ ഡോക്ടർ എന്ന് നമ്മൾ പറയുന്നത്, അത് തീർച്ചയായിട്ടും നീറ്റ് സ്കോർ ബേസ്ഡ് തന്നെയാണ്. അത് മറ്റൊരു രീതിയാണ്, അതുകൊണ്ടാണ് എഴുതിയത്. അത് ആയുഷിന്റെ കോഴ്സ് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ദെൻ BBSയെ കുറിച്ച് നമുക്കൊന്ന് സ്വല്പം ഡീറ്റെയിൽ ആയിട്ട് പറയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ചിലർ വളരെ ഇഷ്ടപ്പെട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് വെറ്റിനറി ഡോക്ടർ എന്നൊക്കെ പറയുന്നത്. BBSc എന്ന് പറയുമ്പം 2 ഇതുണ്ട്. BBSc ഉണ്ട്, BSc വെറ്റിനറി ഉണ്ട്. BBSc എന്ന് പറയുമ്പോൾ വെറ്റിനറി 5 years ആണ്. വെറ്റിനറി ഡോക്ടറായിട്ട് പോകാൻ നീറ്റ് ക്വാളിഫൈ ചെയ്യണം. അതേസമയം BSc വെറ്റിനറിക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. 3-4 വർഷം വരെയൊക്കെയുള്ള പഠനം ആവശ്യമാണ്. ടെക്നീഷ്യൻ അല്ലെങ്കിൽ സയന്റിസ്റ്റ് എന്ന തലങ്ങളിലേക്കൊക്കെ പോകാൻ BSc വെറ്റിനറി കോഴ്സ് മതിയാവും. അപ്പോൾ വളരെ ഗുണകരമായിട്ടുള്ള മറ്റൊരു കോഴ്സാണ് BBSc എന്ന് പറയുന്നത്, വെറ്റിനറി സയൻസ് എന്ന് പറയുന്നത്.
പ്രധാനമായും നമുക്ക് BBSc നമ്മൾ അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജസ് ഓഫ് വെറ്റിനറി ആനിമൽ സയൻസ് പൂക്കോട് 60 സീറ്റുണ്ട്, മണ്ണുത്തിയിൽ 60 സീറ്റുണ്ട്, വയനാട് റെപ്യൂട്ടേഷൻ എന്ന് തോന്നുന്നു അവിടെ 60 സീറ്റുണ്ട്. അപ്പം ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് സീറ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി ലെവലിലായിരിക്കും 60 സീറ്റ്. ഓക്കെ, അതൊന്ന് കറക്റ്റ് ചെയ്തത്. ദെൻ ഇവിടെ BBS വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് BSc ആണ്. ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കോഴ്സാണ്. അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ് ഓഫ് KVASU നമ്മൾ ആദ്യം കണ്ട കോഴ്സിൽ പൂക്കോട് 30, മണ്ണുത്തിയിൽ 30 ഉണ്ട്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ 40, കീം ബേസ്ഡ് ആണത്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ UET അവിടുത്തെ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഇത് നീറ്റ് ബേസ്ഡ് അല്ല, ഇത് നോൺ നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയറാണ് ഇതിൻ്റെ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് ഡിഫൻസ് മെഡിക്കൽ സർവീസസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്ന് പറഞ്ഞ മെഡിക്കൽ ബ്രാഞ്ചുകളിൽ ജോലി ചെയ്യാനുള്ള അവസരം. ഇത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു അവസരമായിട്ട് നമുക്ക് കാണാം. പ്രധാനമായിട്ടും AFMC, ACMS എന്നിങ്ങനെ പറയുന്ന ഡിഫൻസ് മെഡിക്കൽ കോളേജുകളിൽ, പ്രത്യേകിച്ച് അത് പൂനെയിലുള്ള AFMC, അതുപോലെ തന്നെ ACMS എന്ന് പറയുന്ന ഡൽഹി, ഇങ്ങനെയുള്ളത് പ്രധാനമായും നീറ്റ് തന്നെയാണ്. നീറ്റ് UG പരീക്ഷ പാസ്സാകണം. അതിൽ AFC അല്ലെങ്കിൽ ACMS അവിടുത്തെ MBBS, ദെൻ ആർമി ഡോക്ടറായിട്ടായിരിക്കും നമ്മൾ മാറുന്നത്. സീറ്റുകളെ സംബന്ധിച്ചോളം പറയുമ്പോഴെങ്കിൽ AFMCയിൽ 150 സീറ്റുകളോളം ഉണ്ട്. അത് 2024 കണക്കാണ്. സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതുപോലെ മിലിറ്ററി നഴ്സിംഗ് സർവീസസ് MNC എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അത് 50 മുതൽ 60 വരെ BSc നഴ്സിംഗ് എന്നൊക്കെ പറയുന്ന പോലെ പാരാമെഡിക്കൽ സ്റ്റാഫ് AFMC സിവിലിയൻ റോളിലേക്ക് പോകുന്ന അത്രയും സീറ്റ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിന് നീറ്റിൻ്റെ ആവശ്യമില്ല, മറ്റേ നീറ്റ് ആവശ്യം. പിന്നെ വരുന്നത് നീറ്റ് പറ്റുന്നില്ലെങ്കിൽ BSc നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ നീറ്റ് ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാം, നീറ്റ് സ്കോർ ഉപയോഗിച്ചും ഉപയോഗിക്കാതെയും. ചില റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ BSc നഴ്സിംഗ്, ഫാർമസി ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എല്ലായിടത്തും ആവണമെന്നില്ല. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ് ചില സ്ഥലങ്ങളിൽ നീറ്റ് സ്കോറിലൂടെ കൂടെ BSc പോകാം, അല്ലെങ്കിൽ നീറ്റ് ഇല്ലാതെയും പോകാം. ഓക്കെ, പാരാമെഡിക്കൽ കോഴ്സസ് കേരള, അവിടെ നീറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കോഴ്സുകൾ ഞാൻ പറഞ്ഞ ചില കോഴ്സുകൾ നീറ്റ് ആവശ്യമാണ്. BSc നഴ്സിംഗ് മോസ്റ്റ് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് കോളേജസിൽ മിക്കവാറും ചിലതിനൊക്കെ നീറ്റ് വേണം. അതുപോലെ BSc മെഡിക്കൽ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, അതുപോലെ CMC വെല്ലൂർ ഇങ്ങനെയുള്ള ക്യാമ്പസിലൊക്കെ ഉള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് നീറ്റിൻ്റെ ആവശ്യമുണ്ട്. ചില പാരാമെഡിക്കൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണത്. അതുപോലെ തന്നെ പാരാമെഡിക്കൽ വിത്തൗട്ട് നീറ്റ്, ഒരുപക്ഷെ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പാസ്സാകാൻ പറ്റുന്നില്ല എങ്കിൽ ഒട്ടും നിരാശപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള ചില മാർഗ്ഗങ്ങളാണിത്. മെഡിക്കൽ ഫീൽഡുകളാണ് പ്രധാനം. പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയും. BSc നഴ്സിംഗ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിന് നേരിട്ട് അഡ്മിഷനുണ്ട്, മാനേജ്മെന്റ് കോട്ടയുണ്ട്. അതുപോലെ തന്നെ നീറ്റിന് ആവശ്യമില്ലാതെ പോകാം. അതുപോലെ തന്നെ എക്സാമിനേഷൻസ്, എൻട്രൻസ് എക്സാമിനേഷൻസും ഉണ്ട്. നീറ്റ് അല്ല ക്രൈറ്റീരിയ നോക്കാം. BSc MLT മെഡിക്കൽ ലാബ് ടെക്നോളജി, അതുപോലെ BPharm ബാച്ചുലർ ഓഫ് ഫാർമസി, BPT ഫിസിയോതെറാപ്പി, അതുപോലെ ഡിപ്ലോമ MLT കോഴ്സസ്, ഡിപ്ലോമ ഇൻ MLT. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഇതിൽ ഓരോ കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ സാലറി തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം, നോക്കണം. ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കണം, ഏത് കോളേജാണെന്ന് നോക്കണം, ഇൻടേക്ക് എത്രയാണെന്ന് നോക്കണം, സാലറി, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു നല്ല ബോധ്യത്തോടു കൂടി വേണം. നമുക്കറിയാം BSc നഴ്സിംഗ് വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ BPharm, BPT ഇതെല്ലാം മോശമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ഇൻടേക്കുകൾ കുറവാണ്. സാലറിയുടെ സ്കോപ്പുകളൊക്കെ കമ്പാരിറ്റീവ്ലി നമ്മളൊന്ന് ഒരു പഠനം നടത്തി വേണം അങ്ങനെയുള്ള കോഴ്സുകളിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ. ദെൻ ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്ന പാരാമെഡിക്കൽ വിത്തൗട്ട് നീറ്റിൻ്റെ കുറേ കോഴ്സുകളെ കുറിച്ചാണ്. BSc നഴ്സിംഗ് ആ കോഴ്സ് തീർച്ചയായിട്ടും ഉണ്ട്. അതല്ലാതെ തന്നെ BSc മെഡിക്കൽ ലാബ് MLT എന്ന് പറയും, BSc റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BSc ബയോടെക്നോളജി, BSc മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, അതുപോലെ BPharm, BSc ഫുഡ് ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീഷ്യൻ, ഒക്യുപേഷൻ തെറാപ്പി, ഓഡിയോസ് ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിഷറീസ് ആൻഡ് മറൈൻ, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് യോഗ. ഇങ്ങനെയുള്ള BSc കോഴ്സുകളുണ്ട്. ഇതെല്ലാം സയൻസ് ഗ്രൂപ്പ് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കോഴ്സുകൾ. പക്ഷേ ഓരോ കോഴ്സും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്താണ് ആ കോഴ്സിൻ്റെ ഇൻടേക്ക്, അതുപോലെ തന്നെ അതിൻ്റെ നമുക്കൊരു ക്യാമ്പസ് സെലക്ഷനോ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യതകൾ, സാലറിയുമായിട്ടുള്ള കാര്യങ്ങൾ, വേക്കൻസികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, വിദേശ സാധ്യതകളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം
തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞു അനേകം പോസിബിലിറ്റീസ് ഉണ്ട്. ഈ പോസിബിലിറ്റി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം. ഇതിൽ ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ ആകുന്നത്. ചിലപ്പോൾ ഫിസിയോതെറാപ്പി വളരെ ഗുണകരമായിരിക്കും, ചിലപ്പോൾ മൈക്രോബയോളജി ആയിരിക്കും, ബയോളജി ഇഷ്ടമുള്ളവർക്ക് ബയോടെക്നോളജി ആകാം. അപ്പോൾ ഏതാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആകുന്നത്, നമ്മുടെ ഇൻട്രസ്റ്റുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഏതാണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന എപ്പോഴും നമ്മൾ ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. പ്രയോറിറ്റൈസ് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് പ്രയോറിറ്റി ചൂസ് ചെയ്യുക. തീർച്ചയായിട്ടും അവിടെ നമ്മളുടെ പാഷനും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കും. പിന്നെ ആയുഷിലെ ചില കോഴ്സുകൾക്ക് നീറ്റ് ആവശ്യമില്ല. ചില പ്രത്യേകിച്ച് കീം വഴി സെലക്ട് ചെയ്യുന്ന, സ്റ്റേറ്റ് എൻട്രൻസ് വഴിയൊക്കെ സെലക്ട് ചെയ്യുന്ന BAMS, BHMS, BNYS, നാച്ചുറോപ്പതി യോഗ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് നീറ്റ് ആവശ്യമില്ലാതെയും ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഇതിന് നീറ്റിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കീം വഴിയോ സ്റ്റേറ്റ് എൻട്രൻസ് വഴിയോ ഒക്കെ നമുക്ക് ഇതിലേക്ക് കയറാം. ഒരുപക്ഷെ മാനേജ്മെന്റ് കോട്ടയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ സ്കോറുകളൊക്കെ വേണ്ടി വരും, അതായത് ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണമെന്ന്. ദെൻ ഇതും പറ്റുന്നില്ലെങ്കിൽ, ഡിഗ്രി കോഴ്സുകളിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ കോഴ്സ്, പ്രത്യേകിച്ച് നഴ്സിംഗ്, മിഡ്വൈഫറിയുടെ ANM കോഴ്സുണ്ട്, GNM കോഴ്സുണ്ട്, DPharm ഉണ്ട്. ഇനി അത് അനേകം ഡിപ്ലോമകളുണ്ട്. അങ്ങനെയുള്ള ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ചും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. മറ്റു ഓപ്ഷൻസ് ഒന്നും കിട്ടുന്നില്ലായിരിക്കും. മെഡിക്കൽ ഫീൽഡ് അല്ലാത്ത സയൻസ് സ്ട്രീമിലുള്ള കുറെ കോഴ്സുകളുണ്ട്. അത് പ്രധാനമായും നമുക്കറിയാം BSc ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി. അപ്പോൾ ഫിസിക്സ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ BSc ഫിസിക്സ് എടുത്ത് അതിൻ്റെ ഹയർ സ്റ്റഡീസിലേക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ പോകാം. അല്ലെങ്കിൽ BSc ഫിസിക്സ് തന്നെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ തിരഞ്ഞെടുക്കുന്ന എപ്പോഴും നന്നായിരിക്കും. അപ്പം ചില വ്യക്തികൾക്ക് ഫിസിക്സ് ആയിരിക്കും, ചിലർക്ക് കെമിസ്ട്രി ആകാം, ചിലർക്ക് സുവോളജി ആകാം, ബയോളജി ആകാം. ഇനി മറ്റൊരു വിഷയമാണ് BSc ബയോടെക്നോളജി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. അതുപോലെ തന്നെ ഫുഡ് ടെക്നോളജി. അപ്പോൾ ഇങ്ങനെയുള്ള മൈക്രോബയോളജി ഇതെല്ലാം സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജോലി സാധ്യതകളും നമുക്ക് കിട്ടാനുള്ള സാലറിയെ കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു പഠനം നടത്തിയിട്ട് വേണം അങ്ങനെയുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാനെന്ന് പ്രത്യേകം ഓർക്കുക. കാരണം കമ്പാരിറ്റീവ്ലി ഇൻടേക്ക് കുറവായിരിക്കും, ഓപ്പർച്യൂണിറ്റീസ് ജനറലി കുറവായിരിക്കും. കാരണം ഓൾറെഡി കുറച്ച് വേക്കൻസികളെ കാണത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള സമയത്ത് അതിൻ്റെ ഓപ്പർച്യൂണിറ്റികൾ കൃത്യമായിട്ടൊരു പഠനം, ഒരു അറിവ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കും. അഗെയിൻ മെഡിക്കൽ ഫീൽഡ് അല്ലാത്ത സയൻസ് സ്ട്രീമിൽ നമ്മൾ BSc, BTech, BCA, നമ്മൾ IP എന്ന് പറയുന്ന, അപ്പം മാത്സ് പഠിക്കാതെ IP സ്ട്രീമിൽ ഫിസിക്സ്, കെമിസ്ട്രി, IP ഇങ്ങനെ വരുന്ന സ്ട്രീമിൽ വരുന്ന കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന BCA. അതുപോലെ എനിക്ക് തോന്നുന്നു ബയോടെക്നോളജിയിൽ BTech, അവിടെ അധികവും ബയോളജിക്കലായിട്ടുള്ള ടോപ്പിക്കുകളാണ് വരുന്നത്. അതുപോലെ BCA, BSc സുവോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോഴ്സുകൾ സയൻസ് സ്ട്രീം എടുത്തവർക്ക് ഇങ്ങനെയുള്ള കോഴ്സുകളും അവൈലബിൾ ആണ്. ഇതിൽ ബയോടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോഴ്സാണ്. അതിനെക്കുറിച്ച് 1-2 ഡീറ്റെയിൽസ് പറയാം. ബയോടെക്നോളജി ഇൻ കേരള, പ്രത്യേകിച്ച് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 60ഓളം സീറ്റുകളുണ്ട്, TKM കോളേജിലുണ്ട്, CET ട്രിവാൻഡ്രം, അമൃത വിശ്വവിദ്യാപീഠം, അതുപോലെ KMCT, ഇവിടെയെല്ലാം സീറ്റുകൾ ബയോടെക്നോളജി ഉണ്ട്. ഇത് ആദ്യത്തെ 2 സെമസ്റ്ററുകൾ ഫസ്റ്റ് എഞ്ചിനീയറിംഗ് പോലെ തന്നെയാണ്. ആദ്യത്തെ 2 സെമസ്റ്ററുകൾ മാത്സിൻ്റെ ടോപ്പിക്കുകളുണ്ട്. അതിനുശേഷം ബയോളജി, കെമിസ്ട്രി ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് അത് മുന്നോട്ട് പോകും. അത് എനിക്ക് തോന്നുന്നു സയൻസ് വിഷയങ്ങൾ പറ്റുന്നവർക്ക് ഈ ഒരു BTech ബയോടെക്നോളജി ഉപയോഗിക്കാവുന്നു. അതിന് ജോലി സാധ്യതകളുമുണ്ട്. USA, ജർമ്മനി, കാനഡ, വിദേശ രാജ്യങ്ങളിലൊക്കെ റിസർച്ച് അസോസിയേറ്റ്, ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ്, ഇങ്ങനെയുള്ള ബയോ പ്രോസസ് എഞ്ചിനീയർ, ക്ലിനിക്കൽ ഡേറ്റ മാനേജർ ഇങ്ങനെയുള്ള തലങ്ങളിലൊക്കെ പോകാം. അവിടെ സാലറി ലിസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടണമെന്നില്ല, എങ്കിലും പ്രയോറിറ്റി കറക്റ്റ് ആണെങ്കിൽ ഒരുപക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കണ്ടെത്താനും ഒക്കെ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ, അഗ്രികൾച്ചർ, ബയോ ഇൻഫർമാറ്റിക്സ് ഇങ്ങനെ തലങ്ങളിലൊക്കെ കേരളത്തിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് തലത്തിൽ നമുക്ക് ഏകദേശം 4.4 to 5.5 അല്ലെങ്കിൽ 3 to 4, 5 to 7 lakhs per annum കിട്ടുന്ന രീതിയിലുള്ള ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു BTech തരത്തിലുള്ള ബയോടെക്നോളജി കോഴ്സ് വളരെ പോപ്പുലർ ആണ്. ശ്രദ്ധിക്കുക, ഇതും ഗുണകരമായി നമുക്ക് ചൂസ് ചെയ്യാവും. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് BSc അഗ്രികൾച്ചറിലേക്കുള്ള പ്രവേശന മാർഗങ്ങൾ. ഇവിടെ പ്രധാനപ്പെട്ട BSc അഗ്രികൾച്ചർ വളരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. എൻട്രൻസ് എക്സാമിനേഷൻ കൂടിയാണ്, പ്രത്യേകിച്ച് കീമാണ്. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ കൂടിയാണ് പ്രവേശനം വരുന്നത്. ICAR അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് ഇന്ത്യൻ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയും ഓൾ ഇന്ത്യ എക്സാമിനേഷൻ വഴിയും ഇത് എടുക്കാറുണ്ട്. സ്റ്റേറ്റ് ലെവൽ അഗ്രികൾച്ചർ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്.
ഓരോ സ്റ്റേറ്റ്, മഹാരാഷ്ട്രയിലെ, ആന്ധ്രാപ്രദേശിൽ, അങ്ങനെയൊക്കെയുള്ള തമിഴ്നാടുകൾ, അങ്ങനെ. അതുപോലെ യൂണിവേഴ്സിറ്റി ലെവൽ എക്സാംസിൽ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ടും ചില എൻട്രൻസ് കോച്ചിങ് നടക്കാറുണ്ട്. പ്രൈവറ്റ് കോളേജിൽ PCB അല്ലെങ്കിൽ PCM മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് സാധാരണ കാണാറുണ്ട്. വിദേശത്തെ മെഡിക്കൽ ഓപ്ഷനുകൾ, ഇത് നമ്മൾ MBBS-മായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. ഇനി MBBS-മായി ബന്ധപ്പെട്ട് വിദേശങ്ങളിൽ പഠിക്കാൻ പോകുന്ന ഒരു രീതി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. യുക്രൈൻ, റഷ്യ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ MBBS നീറ്റ് ആവശ്യമില്ല. പക്ഷേ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ FMGE എന്ന് പറയുന്ന ഒരു കോഴ്സ് പാസ്സാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ നഴ്സിംഗ് ഫാർമസി കോഴ്സുകൾ വിദേശത്ത് പഠിക്കാനുള്ള കാനഡ, ഓസ്ട്രേലിയ, UK ഉള്ള പ്രത്യേക എൻട്രൻസ് ടെസ്റ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ പഠിച്ച് +2 വരെ പഠിച്ച് അതിനുശേഷം വിദേശത്ത് മെഡിക്കൽ ഓപ്ഷനുകൾ പോകാനുള്ള സാധ്യതകളും നിലവിലുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ സാമ്പത്തിക തലങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ജോലി സാധ്യതകൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിൻ്റെ വെയിറ്റേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത് അത്യാവശ്യം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വന്ന BSc അഗ്രികൾച്ചറിൻ്റെ ഒന്നൊരു കാര്യങ്ങൾ പറയുകയാണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 180ഓളം സീറ്റുകളുണ്ട്. അതുപോലെ പ്രൈവറ്റ് കോളേജുകളിൽ 120ഓളം സീറ്റുകളുണ്ട്. BSc അഗ്രികൾച്ചർ സീറ്റുകൾ പ്രത്യേകിച്ച് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അംഗീകൃതമായ കോളേജുകളാണ്. ഏകദേശം 200 സീറ്റുകളുണ്ട്. അപ്പോൾ സർക്കാർ കോളേജിൽ 5000 സീറ്റുകളും പ്രൈവറ്റ് കോളേജിൽ 10000 സീറ്റുകളുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ നല്ലൊരു പ്രൊഫഷനാണ്. അഗ്രികൾച്ചർ ഓഫീസർ, അസിസ്റ്റന്റ് ഡയറക്ടർ, ഇങ്ങനെയുള്ള തസ്തികകളിലേക്കൊക്കെ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചുള്ള അഗ്രികൾച്ചർ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രീതിയായതുകൊണ്ട് ഈ ഒരു കോഴ്സുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാവുന്നു. അവരുടെ പ്രധാനപ്പെട്ട മാർഗങ്ങൾ എന്ന് പറയുന്നത് 12th PCB, PCM 50% മാർക്കാണ്. കീമാണ് അതിൻ്റെ ക്രൈറ്റീരിയ. കീം കേരള ഗവൺമെൻറ് കോളേജ്, പ്രൈവറ്റ് കോളേജിലേക്കൊക്കെ കീമാണ് അതിൻ്റെ പ്രവേശന രീതിയായിട്ട് എടുക്കുന്നത്. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ +2 സയൻസ് നമ്മൾ എടുത്തിട്ട് MBBS-നെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആയുഷ് പോലുള്ള കോഴ്സുകൾ, BDS-നെ കുറിച്ച് പറഞ്ഞു. നീറ്റോട് കൂടിയിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. നീറ്റ് ഇല്ലാത്ത പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. അഗ്രികൾച്ചറിനെ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടറുടെ കാറ്റഗറിയെ കുറിച്ച് പറഞ്ഞു. സ്വയം തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ഓപ്ഷനുകൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഡിക്കൽ കോച്ചിങ് സെന്ററുകൾ തുടങ്ങാൻ, ഇന്നത്തെ ഒരു എന്താ പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കോൺസെപ്റ്റിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരു എന്റർപ്രണർഷിപ്പ് കോൺസെപ്റ്റിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ പോകാൻ പറ്റുന്ന ചില തലങ്ങളാണ് ഫിറ്റ്നസ് ട്രെയിനർ, യോഗ ഇൻസ്ട്രക്ടർ, അതുപോലെ ഹെൽത്ത് ബ്ലോഗർ, മെഡിക്കൽ കണ്ടന്റ് ക്രിയേറ്റർ. ഇങ്ങനെയുള്ള തലങ്ങളിലുമൊക്കെ ഇങ്ങനെയുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെ ഒരു പ്ലാൻ എ പ്രൊഫഷനായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. പ്ലാൻ ബിയിലൂടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്ഷനിലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു പ്രോസസ്സിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു മെയിൻ പ്ലാൻ എയുടെ കൂടെ ബിയിൽ ഉപയോഗിക്കാം. ഒരുപക്ഷെ പ്ലാൻ ബി തന്നെ പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ഇവിടെ പാഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യോഗയൊക്കെ പാഷനായിട്ടുള്ളവർ യോഗയുമായി ബന്ധപ്പെട്ട ഒരു യോഗ ഇൻസ്ട്രക്ടർ ലെവലിലോ ഫിറ്റ്നസ് ട്രെയിനർ ലെവൽ, അതുപോലെ തന്നെ ബോഡി ക്യൂർ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതികൾ, അല്ലെങ്കിൽ ബോഡി എന്താ പറയുന്നത് താല്പര്യമുള്ള ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടുള്ള രീതികളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു വന്ന ഏരിയകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മെഡിക്കൽ പ്രൊഫഷൻ നീറ്റ് വിത്ത് ഓർ വിത്തൗട്ട് എങ്ങനെ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും, അത് ക്രാക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പോസിബിലിറ്റീസ് നമുക്ക് ചുറ്റിലുണ്ട്, ആ പോസിബിലിറ്റീസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നമുക്ക് പോകാം. പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പത്തിന് ഒന്ന് റിവൈസ് ചെയ്യാം. പറഞ്ഞ ഏരിയകളെല്ലാം ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. നമ്മൾ ആദ്യം തുടങ്ങിയത് തന്നെ MBBS എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ്. MBBS-നെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാറ്റഗറിയിൽ നമ്മൾ മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ IIT-കളെ കുറിച്ച് ഓർത്തിരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ എപ്പോഴും നമ്മൾ മെഡിസിനെ കുറിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ MBBS, BDS ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും AIMS പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലുള്ള
ക്രീമായിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റികൾ തന്നെയായിരിക്കണം. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു സെലക്ഷൻ കിട്ടാൻ പറ്റുന്ന രീതിയിൽ, ആ രീതിയിലായിരിക്കണം നമ്മൾ നീറ്റിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അങ്ങനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സാധ്യതകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ കോഴ്സുകൾ MBBS PDS കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ കാലാവധിയെക്കുറിച്ച് പറഞ്ഞു. അതെന്തൊക്കെയാണ് അത് പഠിപ്പിക്കുന്നത്, എന്തൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷമുള്ള അവസരങ്ങളെക്കുറിച്ച് പറഞ്ഞു. MD MS ഇങ്ങനെയുള്ള PG കോഴ്സുകളിലേക്ക് പോകാം എന്ന് പറഞ്ഞു. വേണമെങ്കിൽ വിദേശത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുണ്ടെന്ന് പറഞ്ഞു. സ്പെഷ്യലൈസേഷൻ തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് നേടിയെടുക്കാം. പിന്നെ വരുന്ന ഏതൊക്കെ സീറ്റുകളിലാണോ, പ്രത്യേകിച്ച് കേരളത്തിലെ MBBS സീറ്റുകളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഏകദേശം 4900 സീറ്റുകൾ 35 കോളേജിലൂടെ MBBS സീറ്റുകളായിട്ടുണ്ട്. അപ്പോൾ ആ കോളേജുകൾ ഏതാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള കോളേജുകളെ കുറിച്ചും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജുകളെ കുറിച്ച് നമ്മളൊന്ന് സംസാരിച്ചിരുന്നു. AIMS 19 സെന്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 2335 സീറ്റുകളാണെന്ന് പറഞ്ഞു. അതുപോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജ് എന്ന നിലയിൽ നമ്മൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കോളേജുകളിലൊക്കെ ലക്ഷ്യം വെച്ച് ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന AFMC കോളേജ് പൂന, അതുപോലെ തന്നെ MAMC മൗലാന ആസാദ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ MAMC ഡൽഹി, അതുപോലെ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി KGMU ലക്നൗ, ഇവിടെ സീറ്റിന്റെ എണ്ണമുണ്ട്, 250 സീറ്റുകളുണ്ട്. ജിപ്മർ പുതുച്ചേരി ആൻഡ് കാരക്കൽ 200 സീറ്റുകളാണുള്ളത്. കസ്തൂർബ മെഡിക്കൽ KMC മണിപ്പാൽ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ, SRM അമൃത കൊച്ചിയിലാണ് 180 സീറ്റുകളുണ്ട്. അതുപോലെ രാമയ്യ, ഇത്രയും വളരെ ടോപ്പ് മെഡിക്കൽ കോളേജസ് ആണ് ഇന്ത്യയിലെ. അത് നോക്കുക. അതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചോളം പറയുമ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ലിസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെയും കോളേജുകളുണ്ട്, അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ടോപ്പ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുമുണ്ട്, അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ. അപ്പം നമ്മുടെ നീറ്റിനെ ക്രാക്ക് ചെയ്യുമ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണമെന്ന് ചിന്തിക്കുന്ന ആ ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിലെയും ഇന്ത്യയിലെയും നമ്മൾ പറഞ്ഞു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളെ നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കാൻ ഉള്ള ഒരു പാഷൻ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു കോളേജിൽ പോകണം. അപ്പോൾ അതിനുവേണ്ടിയാണ് AMS 235 19 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് പല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് നമുക്ക് AMS ഉണ്ട്. അതിൻ്റെ കാറ്റഗറി, ഓരോ റാങ്കും എത്രയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, അതുപോലെ ജിപ്മർ ഇങ്ങനെയുള്ളത്തെ സീറ്റുകൾ എത്ര നീറ്റ് റാങ്ക് വേണമെന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, ഇങ്ങനെയുള്ള വളരെ പ്രമുഖമായ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ MBBS കോഴ്സുകളും അതിൻ്റെ സീറ്റുകളും അതിൻ്റെ അകത്ത് നീറ്റ് ക്രാക്ക് ചെയ്യുമ്പോൾ അതിന് എത്രയാണ് റാങ്ക് വേണ്ടതെന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ AMSമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ AFMC അതിൻ്റെ ഫീസിനെ കുറിച്ചുള്ള ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഫീസുകളുടെ ഈ ക്രൈറ്റീരിയ കുട്ടികൾക്ക് തീർച്ചയായിട്ടും പ്രചോദനം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ AMC പൂനെയിലൊക്കെ ഫുള്ളി ഫണ്ട് ഗവൺമെന്റ് ആണ് വായിക്കുന്നത്. ആർമിയിലെ ഡോക്ടറായിട്ടാണ് തിരിച്ചു വരുന്നത്, ആർമി റാങ്കിലാണ് തിരിച്ചു വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അതുപോലെ AMSലാണെങ്കിൽ തന്നെ വളരെ ചെറിയ ഫീസേ ഉള്ളൂ, മാക്സിമം 10,000 rupees വരെ വരാവുന്ന രീതിയിലുള്ള ഫീസുകൾ. അതേസമയം ഒരു പ്രൈവറ്റ് കോളേജിലോ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ പലപ്പോഴും അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷം മുതൽ 50 ലക്ഷം വരെ പോകാം. ഒരുപക്ഷെ 1 കോടി വരെ മാനേജ്മെന്റ് കോട്ടയിലോ NRI കോട്ടയിലോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. BDS എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. BDSന്റെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പ് കോളേജസിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷമുള്ള ഓപ്പർച്യൂണിറ്റീസ്, MDS അങ്ങനെയുള്ള സ്പെഷ്യലൈസേഷനെ കുറിച്ച് പറഞ്ഞു. ദെൻ വിദേശത്തുള്ള തൊഴിലവസരങ്ങൾ, പ്രത്യേകിച്ച് MBBS നമ്മൾ പഠിക്കുമ്പോൾ അതിനുശേഷം നമുക്ക് പോകാം, അല്ലെങ്കിൽ നീറ്റ് യോഗ്യതയോടുകൂടി വിദേശത്ത് പഠിക്കാനുള്ള ചില എക്സാമിനേഷൻസിനെ കുറിച്ച് പറഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെഡിക്കൽ ലൈസൻസ് എക്സാം. പക്ഷെ ഇവിടെയൊക്കെ നീറ്റ് കമ്പൽസറി ആണ്. PLAB, FMG ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതുപോലെ തന്നെ ആയുഷിന്റെ കോഴ്സ്. ആയുഷിൽ ഞാൻ പറഞ്ഞു ആനിമൽസ് ഹസ്ബൻഡറി ഇതിനകത്ത് വരുന്നില്ല. ബാക്കിയുള്ള ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി, സിദ്ധ, MBBS അല്ലെങ്കിൽ MDS അല്ലെങ്കിൽ BDS ഇത് വരുന്നില്ല എങ്കിൽ ഡോക്ടറിലേക്ക് പോകാനുള്ള മാർഗങ്ങളാണ്. ഇതിൽ ആയുഷിന്റെ കീഴിൽ ഒരു ആനിമൽ ഹസ്ബൻഡറി അല്ല, ബാക്കിയുള്ളതല്ല. ദെൻ BVSC അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടർ എന്ന് പറയുന്ന കാറ്റഗറിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇവിടെ നീറ്റ് അത്യാവശ്യമാണ്. BSc വെറ്റിനറി സയന്റിസ്റ്റുകളോ ടെക്നീഷ്യനോ ഒക്കെ ആയിട്ട് മാറാൻ വേണ്ടി നമുക്ക് നീറ്റ് ഇല്ലാതെ തന്നെ പോകാൻ പറ്റുന്ന 4 വർഷത്തെ കോഴ്സുകളുണ്ട്. അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് KVASU ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ബുക്കോട് മണ്ണത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇവിടെ എല്ലാം BSc ഉണ്ട്. അതുപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറിയുടെയും കോഴ്സുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതെല്ലാം ഒത്തിരി പോസിബിലിറ്റീസാണ്. അതുപോലെ ഡിഫൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ 2 കോഴ്സുകളെ പറഞ്ഞ AFMCയും ACMSഉം അവിടെ ആർമി ഡോക്ടറായിട്ട് നമ്മൾ അവരുടെ ആ കേഡറിൽ തന്നെ വരുന്ന രീതി. അതുപോലെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർമി തലത്തിലുള്ള കോഴ്സുകളാണ്. പിന്നെ പാരാമെഡിക്കൽ വിത്ത് നീറ്റിൽ കൂടെ പാരാമെഡിക്കൽ കോഴ്സിലേക്ക് എത്താൻ പറ്റുന്ന ചില കോഴ്സുകളുണ്ട്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ബേസ്ഡ് ആണ്. അത് ചില റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നീറ്റ് ബേസ്ഡ് ആണ്. ആ റെപ്യൂട്ടേഷൻ കൂടും, അതിൻ്റെ സാലറിയും റേഞ്ചും ഒക്കെ വളരെ കൂടുതലാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പാരാമെഡിക്കൽ വിത്തൗട്ട് നീറ്റ് അതൊരു സെറ്റ് ഓഫ് ചോയ്സ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. BSc മെഡിക്കൽ, BSc നഴ്സിംഗ് ഉൾപ്പെടെ BSc മെഡിക്കൽ, BSc റേഡിയോളജി മുതൽ BSc യോഗ വരെയുള്ള നീണ്ട ലിസ്റ്റ് ഉണ്ട്. ഇവിടെ ഇതെല്ലാം നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, പോസിബിലിറ്റീസ് ആണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പ്രയോറിറ്റി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആയുഷിന്റെ ചില കോഴ്സുകൾ നീറ്റില്ലാതെ കീം വഴിയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ അവൈലബിൾ ആണ്. മറ്റു ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരുപക്ഷെ സാലറി അല്ലെങ്കിൽ നീറ്റിന്റെ മാർക്ക്, കീമിന്റെ മാർക്ക് ഇതൊക്കെ ഒരു ക്രൈറ്റീരിയ, ഒരു പ്രോബ്ലമാണ് നമ്മുടെ മുമ്പിലേക്ക്. തീർച്ചയായിട്ടും ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ കോഴ്സിലൊക്കെ പോകാവുന്നതാണ്. പിന്നെ ഫീസ് ഇല്ലാതെ മെഡിക്കൽ ഫീൽഡിലല്ലാതെ സയൻസ് സ്ട്രീമിലേക്ക് പോകാൻ പറ്റുന്ന ചില കോഴ്സുകളെ കുറിച്ചും പറഞ്ഞു. ഇതിനകത്ത് ബയോടെക്നോളജി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു. ചില കോഴ്സുകൾ, ചില കോളേജുകളും ചില കോളേജുകൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫീസ് സ്ട്രക്ചറും അത് പുറത്തു പോയി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ജോലി സാധ്യതകളും അത് സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. മാത്തമാറ്റിക്സ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ബയോളജി ആൻഡ് കെമിസ്ട്രി റിലേറ്റഡ് പേപ്പറുണ്ട്. പിന്നെ BSc അഗ്രികൾച്ചർ കേരളത്തെ സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിൻ്റെ പലതരത്തിലുള്ള എൻട്രൻസിനെ കുറിച്ച് പറഞ്ഞു, ഓപ്ഷനുകൾ എന്താണെന്ന് പറഞ്ഞു, ഏതൊക്കെ ഇതിലാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഗവൺമെൻറ് സീറ്റുകൾ 180ഉം പ്രൈവറ്റ് കോളേജ് 180ഉം സീറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അംഗീകൃത കോളേജ്, അഫിലിയേറ്റഡ് കോളേജുകളിൽ ഏകദേശം 5000 മുതൽ 10000 വരെയുള്ള സീറ്റുകളും അതിൻ്റെ ക്രൈറ്റീരിയയും പറഞ്ഞു. പിന്നെ നമ്മൾ പറയുന്നത് വിദേശ മെഡിക്കൽ ഓപ്ഷൻസ്, വിദേശത്ത് പോയി പഠിക്കാനുള്ള സാധ്യതകൾ ഉള്ള ഏതൊക്കെയാണ്. ഉക്രൈൻ, റഷ്യ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ MBBS നമുക്ക് പഠിക്കാം. അതുപോലെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ FMG പാസ്സാകണം. അതുപോലെ നേഴ്സിംഗ് ആൻഡ് ഫാർമസിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വരുന്നത് സ്വയം തൊഴിൽ എന്ന നിലയിൽ ഒരു എന്റർപ്രണർഷിപ്പ് എന്നോ തലത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ചില മാർഗങ്ങൾ. നമ്മളെപ്പോഴും പറഞ്ഞ ഒരു പ്ലാൻ B ബേസ്ഡ് ആണ്. പ്ലാൻ B പ്ലാൻ C ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. പ്ലാൻ എപ്പോഴും നല്ല പ്രൊഫഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു പാഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുക. ഇഷ്ടംപോലെ പോസിബിലിറ്റീസ് ഉണ്ട്, അതിൻ്റെ അത് പ്രയോറിറ്റൈസ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ പാഷനും പ്രയോറിറ്റൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സണാലിറ്റി തലവും പ്രയോറിറ്റൈസ് ചെയ്യാം, പോസിബിലിറ്റീസും പ്രയോറിറ്റൈസ് ചെയ്യാം. അങ്ങനെ തീർച്ചയായിട്ടും ഗുണകരമായ ഒരു മെഡിക്കൽ പ്രൊഫഷൻ നമുക്ക് നീറ്റിലൂടെയോ നീറ്റ് അല്ലാതെയോ തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടെ എക്സാമിനേഷൻ കഴിഞ്ഞ് നീറ്റിൻ്റെ ഒക്കെ സ്കോറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പഠനങ്ങൾ ഒരുപക്ഷെ ക്രിയാത്മകമായ തലത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കും. സോ അങ്ങനെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. യെസ്, എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം. റോയ് സാർ തുടങ്ങും. ഈ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും അത് വലിയ മിടുക്കന്മാർക്കുള്ള ഒരു ടെസ്റ്റ് ആണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടു. പക്ഷേ അത് അപ്പിയർ ചെയ്യുന്ന എല്ലാവരും ഒക്കെ അപ്പിയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രമാത്രം ഇതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് കോഴ്സുകളെ കുറിച്ചും ഒരു ജനറൽ ഐഡിയ ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്.
അത് ഇനി ഒന്ന് ശരിക്കും റെഫർ ചെയ്യണമെങ്കിൽ സാറിന്റെ ക്ലാസ് ഒന്നോടെ ഒന്ന് റെഫർ ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും മുഴുവൻ ഓർമ്മ നിൽക്കില്ല. എങ്കിലും ഒരു ജനറൽ ഐഡിയ ഈ പറയുന്ന രക്ഷകർത്താക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് സാറിന്റെ ഇന്നത്തെ ക്ലാസ് കിട്ടി. പിന്നെ അതുപോലെ തന്നെ പലരും പറയുന്ന ഒരു ഇതുകൊണ്ട് ഈ FMG എന്ന് പറയുന്ന ഭാഗം ഫോറിനിൽ പോയി പലരും പഠിച്ചേച്ച് വരുന്നുണ്ട്. അപ്പൊ ഈ FMG എന്ന് പറയുന്ന ഇത് വലിയ ബുദ്ധിമുട്ടാണ്, പാസ്സാവാൻ ബുദ്ധിമുട്ടാണെന്ന്, നീറ്റിനേക്കാളും വലിയ ഭയങ്കരമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അഥവാ അങ്ങനെ വന്നയാളാണെങ്കിൽ തന്നെയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന് ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം പൊതുവേ ഉണ്ട്. ഏതായാലും ഒരു കാര്യം, ഇത്രമാത്രം ഫീസും പൈസയും ഒക്കെ മുടക്കിയാണല്ലോ ഈ പറയുന്ന ഡോക്ടർമാരൊക്കെ പാസ്സായി ഇറങ്ങി വരുമ്പോൾ, അപ്പോൾ അവർക്ക് ജനറലായിട്ടും ഒരു ശകലം സാമ്പത്തികമായ ആഗ്രഹം കൂടുതൽ വരാൻ ന്യായമുണ്ട് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇത്രമാത്രം കാശൊക്കെ മുടക്കി പഠിച്ചേച്ച് ഇവിടെ വന്നിട്ട് അതിനൊരു ആഗ്രഹം വരിക എന്നതിന് കുറ്റം പറയാനൊക്കത്തില്ല. ഏതായാലും ഇങ്ങനെ ഒരു ഐഡിയ ഉള്ള സ്ഥിതിക്ക് നീറ്റിന് പരീക്ഷ എഴുതി തൻ്റെ റാങ്കൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തുടർന്ന് അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു നല്ല ഗൈഡ് ലൈൻസ് ആണ് സാറ് തന്ന ഇത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കോഴ്സുകൾ ഉണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും സാധാരണക്കാർക്ക് വലിയ വിവരമൊന്നുമില്ല. പക്ഷെ അതൊരു വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ സാർ തന്നു. അത് വളരെ യൂസ്ഫുൾ ആണ്. അത് തന്നെയല്ല, എന്താണ് ഈ പ്രൊഫഷൻ എന്ന് പോലും ഈ കുട്ടികൾക്ക് അറിയാനൊക്കത്തില്ല. ഈ പറഞ്ഞ എന്താണ് അതിനകത്ത് കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. എനിക്ക് തന്നെ അറിയാവുന്നവരുണ്ട് ഇതുപോലെ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു, പാസ്സുമായി. അത് കഴിഞ്ഞ് ജോലിക്ക് പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വളരെ വിഷമം. അത് കഴിഞ്ഞ് നിർത്തി. പിന്നെ അടുത്ത് MCOM പഠിക്കാൻ പോയതായ ഒരു കേസ് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താല്പര്യങ്ങളും ഈ ഇതിൻ്റെ ഇമ്പോർട്ടൻസും വെച്ചുകൊണ്ട് പോയതാണ്. എന്നാൽ ഈ അനസ്തേഷ്യയായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സായിരുന്നു. ഇവിടെ അമൃതയിലായിരുന്നു. അതൊക്കെ പാസ്സായി കഴിഞ്ഞ് ജോലിയും പോസ്റ്റിംഗ് ആയി. അപ്പോൾ അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ വീണ്ടും വേറെ കോഴ്സ് മാറ്റി. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു ജനറൽ ഐഡിയ ഉണ്ട് എങ്കിൽ കുട്ടികളെ ഒന്ന് ഗൈഡ് ചെയ്യുന്നതിനും അതനുസരിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും ഒക്കെ നമുക്ക് പറ്റും. ഇത് കുട്ടികൾ പറയുന്നത് കേട്ടിട്ടാണ് ഇപ്പോൾ രക്ഷകർത്താക്കൾ തീരുമാനം എടുക്കുന്നത് എങ്കിലും അതിനെ ഒന്ന് ഇതാക്കാനായിട്ട് സാറിൻ്റെ ഈ ക്ലാസ് വളരെയധികം പ്രയോഗം ആയിട്ടുണ്ട്, പ്രായോഗികമാണ്. അത് സംശയം തോന്നുന്നു ഒന്ന് റെഫർ ചെയ്യാനായിട്ട് ഇത് യൂട്യൂബിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെ വളരെ അനുഗ്രഹമാണ്. താങ്ക് യു സർ, താങ്ക് യു. തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് കുറച്ച് അഡീഷൻസും ഡിലീഷൻസും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, രാജു സാർ. സാർ, ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിലെ എത്ര പേര് ശരാശരി നീറ്റ് എക്സാം എഴുതുന്നുണ്ട്? നീറ്റ് എക്സാം ഒരു വർഷം 2 ലക്ഷം പേര് എഴുതുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണ്, 2 ലക്ഷം പേര് എഴുതുന്നുണ്ട്. 5000 സീറ്റിലേ ഉള്ളൂ. 5000 സീറ്റിന് വേണ്ടിയാണ് 2 ലക്ഷം പേര് വേണ്ടിയാണ്. അതെ 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 ഇതിൽ പരാജയപ്പെട്ടാൽ ചിലർക്ക് പോയി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ആഗ്രഹത്തിന്റെ ഒരു തലത്തിൽ നിന്നാണ്. പക്ഷെ യാഥാർത്ഥ്യ ബോധമാണ്. അതായത് 2 ലക്ഷം പേര് എഴുതുന്നതിനകത്ത് 5000 സീറ്റേ ഉള്ളൂ. ബാക്കി ഭൂരിപക്ഷം ആൾക്കാർക്ക് സീറ്റ് കിട്ടാതിരിക്കുക ചെയ്യുന്നു. അങ്ങനെയുള്ളവരെല്ലാം പോയി ആത്മഹത്യ ചെയ്താൽ അതുകൊണ്ട് ആക്ച്വലി പരാജയപ്പെടാനും തോൽക്കാനും ഒക്കെ തയ്യാറാകണം കുട്ടികളെന്നുള്ളതിന്റെ കിട്ടിയത്. നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി വേണം. ഏതാണ്ട് 24 ലക്ഷം ആളുകളാണ് എഴുതിയത് കഴിഞ്ഞ വർഷം. കേരളത്തിൽ എത്രയില്ല ടോട്ടൽ? നീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ഓൾ ഇന്ത്യ ബേസ് അല്ലേ? കേരളത്തിൽ മലയാളികളുടെ കാര്യമാണ്. ഏകദേശം 2 ലക്ഷം പേര് അതുപോലെ തന്നെ വരും. അതിൽ 5000 സീറ്റേ ഉള്ളൂ കേരളത്തില്. 5000 സീറ്റിന് വേണ്ടിയാണ് പേര് എഴുതുന്നത്. 2 ലക്ഷം ബാക്കിയുള്ളവർക്ക് ഭൂരിപക്ഷം ആൾക്കാർക്കും കിട്ടാതിരിക്കുക ചെയ്തു. മനസ്സിലായി? കേരളത്തില് 24 ലക്ഷം സ്റ്റുഡൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഓൾ ഇന്ത്യയിലാണ്. ഓൾ ഇന്ത്യ ആയിരിക്കും. കേരളത്തിലെ കാര്യമാണ് ചോദിക്കാനാണ്. ഫാം ഡി എന്ന് പറയുന്ന കോഴ്സ്, ഡോക്ടർ ഓഫ് ഫാർമസി, ഫാം ഡി എന്നുള്ള കോഴ്സ് ഒരുപാട് പേര് പോകുന്നുണ്ട്. പക്ഷേ വേക്കൻസീസ് വളരെ കുറവാണ്. ഈ ഫാം ഡിക്ക് 36,000 പേര്
ഒരു ഹോസ്പിറ്റലിലെ ഒരു 6,000 പേരാണ് എഴുതിയത്. കേരളത്തിൽ 1,36,000 പേരാണ് എഴുതിയത് കഴിഞ്ഞ വർഷം. നീറ്റിന്റെ നീറ്റ്. നീറ്റ് എക്സാം. ഈ ഫാം ഡി ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട്. അതായത് ഡോക്ടർ ഫാം ഡി നല്ലൊരു കോഴ്സാണ്. പക്ഷെ ഇവിടെ ഫാം ഡിക്ക് വെയിറ്റേജ് കിട്ടുന്നില്ലല്ലോ. കേരളത്തിന്, ഇന്ത്യക്ക് വെളിയിൽ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ പറ്റുന്ന ഒരു റാങ്കാണ് അതിനുള്ളത്. ഡോക്ടറോടൊപ്പം അല്ലെങ്കിൽ ഡോക്ടറോട് ചേർന്ന് മെഡിസിനൊക്കെ എഴുതാൻ പറ്റുന്ന അത്ര പവർഫുൾ ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ വിദേശത്ത് പോകാം, ഇവിടെ പഠിച്ചിട്ട് വിദേശത്ത് പോകുന്ന ഒരു കോഴ്സ്. ഫാം ഡിയെ കുറിച്ച് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഈ ആർമി മെഡിക്കൽ കോളേജിൽ പഠിച്ചാല് അവിടെ സേവനം ചെയ്യണം എന്ന് പറയുന്ന കാര്യം അത് അങ്ങനെ ഉണ്ടോ? ഉണ്ട്. ഇത്ര വർഷം ഉണ്ട് സാർ. അവിടെ ചെയ്താൽ പോരാ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ബോണ്ട് ഉണ്ട് അവിടെ. ബോണ്ടുണ്ട്. 5 വർഷം അങ്ങനെ എന്തോ ഒരു. ഫീസും ഇല്ലാണ്ട് പഠിക്കുന്നതല്ലേ? അതെ. അടുത്ത് പോരാൻ സാധ്യതയില്ല. മലയാളികൾ വളരെ കുറച്ചേ പോകുന്നുണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു ട്രെൻഡ് ഇല്ല. സാലറി കൊണ്ട് മാത്രം ജീവിക്കേണ്ടി വരും. അതെ. ഇത് കിട്ടത്തില്ല, കുമ്പളം കിട്ടത്തില്ല. പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയല്ലോ. നല്ല സാലറി അല്ലേ? നല്ല സാലറി അല്ലേ സാർ? മിലിറ്ററിയിലെ ഡോക്ടർമാർക്ക് നല്ല റാങ്കുമാണ്. നല്ല മിലിറ്ററി മാത്രമല്ല, ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർക്കും അവിടെ ഇത് ചികിത്സ കിട്ടുന്നതാണ് ഇല്ലേ സാറേ? ഫാമിലി മെമ്പേഴ്സ് ലൈഫ് ലോങ് കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അവര് ആർമി, നേവി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ ഒരു വെയിറ്റേജ് ഉണ്ട്. ചിലരുടെ ഒരു പാഷനാണ് ആ ഒരു തലത്തിൽ പോകുക എന്നൊക്കെ പറയും. അങ്ങനെയുള്ള സീറ്റുകളൊക്കെ ഉണ്ടെന്ന് പലപ്പോഴും കുട്ടികൾ അറിയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, വേറെ ഇനി ആർക്കാണ്? ഇതൊരു വലിയ കടല് പോലെ ഒത്തിരി കോഴ്സുകളുള്ളതാണ്. എല്ലാ കോഴ്സുകളും പറഞ്ഞില്ലേ, ഫാം ഡിയെ കുറിച്ച് ഞാൻ അതിൻ്റെ അകത്ത് ഇന്ത്യയിൽ ഫാം ഡി കോഴ്സുകളുള്ള സ്ഥലങ്ങളുണ്ട്. ഇന്ത്യയിലെ ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെയുള്ള കുട്ടികളൊക്കെ അധികം വിദേശത്തേക്ക് പോകുന്നു. സാറേ പറയും. താങ്ക് യു സർ. സാറേ, ഗംഭീരം, അതിഗംഭീരം എന്ന് പറയാതെ വയ്യ. ഇത്രമാത്രം സാധ്യതകളൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഉപയോഗമില്ല. എങ്കിലും സമൂഹത്തിന് വലിയ ഒരു വെളിച്ചം ആണ്. ഞാൻ ഇപ്പൊ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്കും 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്കും അവരുടെ പേരൻസിനെ ഇത് അയച്ചു കൊടുത്തു. 7 മണി കഴിഞ്ഞ പിന്നെ ഞാനൊരു ലിങ്ക് കാണുന്നത് അവർക്ക് അയച്ചു കൊടുത്തു. അത് കയറിയൊന്നും നോക്കിയില്ല. എന്തായാലും അവരെൻ്റെ അടുക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇനി എന്താന്ന് ചോദിച്ചതുകൊണ്ട് അവർക്ക് കൊടുത്ത. യൂട്യൂബ് അവർക്ക് ഡയറക്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അനന്ത സാധ്യതകൾ. അതിൻ്റെ എന്ത് പറയണേ, വാതിലുകളൊന്നും സാറ് തുറന്നു കാണിച്ചു. ഇനി പോകേണ്ടവർക്ക് ഇതിൽ ഇറങ്ങി പോകാനുള്ള വഴികളൊക്കെ തുറന്നിട്ട് നല്ലത്. പിന്നെ ഫാം ഡി കോഴ്സിനെ കുറിച്ച് പറഞ്ഞത്, നമ്മൾ കേൾക്കുന്ന പോലെ ഒന്നുള്ള സാധ്യതകളല്ല സാറേ സത്യം. ഈ പ്രചരണമാണ്, ഇതെല്ലാം ബിസിനസ്സാണ്. വിദേശ രാജ്യങ്ങളിൽ ചെന്ന അവരുടെ യൂണിവേഴ്സിറ്റിയിൽ അവർ പറയുന്ന കോഴ്സ് കഴിഞ്ഞാലാണ് ആ സാധ്യതകളിലേക്ക് പോകാൻ പറ്റും. അല്ലാതെ നമ്മളുടെ സങ്കല്പത്തിലുള്ള കോഴ്സുകൾക്കൊന്നും ഇപ്പോൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസും ഓസ്ട്രേലിയ അങ്ങനെയുള്ളിടത്തും ഒന്നും സാധ്യമല്ല. അവരുടെ കോഴ്സ് അവർ മിനിമം ഇത്ര ലക്ഷം രൂപ അവർക്ക് കൊടുത്ത് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ പിന്നെ ജോലി സാധ്യതയുള്ളൂ. ഇവിടെ എന്ത് പഠിച്ചു എന്ന് പറഞ്ഞാലും അതൊക്കെ സെക്കൻഡറിയാണ്. അതുപോലെ തന്നെ സാറേ, ഡിഫൻസ് സർവീസിലെ ഇത് പറഞ്ഞത്, ഡിഫൻസ് സർവീസിൽ എന്തിനാണ് നമ്മൾ ഈ കൊള്ള വേണം അല്ലെങ്കിൽ കൈക്കൂലി വേണമെന്ന് ചിന്തിക്കുന്നത്? അവരൊക്കെ കൊടി കുത്തി വാഴുന്ന നിലയിലാണ് ഡിഫൻസ് സർവീസിലുള്ള ഓഫീസർ റാങ്കിലാണ് ഇവർക്ക് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് തന്നെ. ഡോക്ടേഴ്സിനൊക്കെ എന്തിനാ, ഈവൻ BSc മിലിറ്ററി നേഴ്സിന് പോലും എന്തുമാത്രം ശമ്പളമാണ്. ഒരു പോരായ്മ ഉണ്ടാവില്ല. അവരാരും നിരാശരായി പോരാൻ വഴിയില്ല. പിന്നെ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടായാൽ തിരിച്ചു പോരേണ്ടി വരുള്ളൂ. അത്ര സാധ്യതകളാണ്, അത്രമാത്രം ആകർഷകമാണ്. ഏറ്റവും സ്വസ്ഥവും സുഖകരവുമായ ജോലി അവരുടേത്.
മറ്റ് ഡിഫൻസ് സർവീസിൽ പോകുന്നവർ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരൊക്കെ എത്ര കഷ്ടപ്പാട് അനുഭവിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും AC സൗകര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് വളരെ കംഫർട്ടാണ് അവരൊക്കെ. അപ്പോൾ അതെനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. കൊച്ചിയിലെ സഞ്ജീവനിയിൽ ഈ സർവീസിനും എക്സ് സർവീസിനും അവരുടെ ഫാമിലിക്കും വേണ്ടി മാത്രം ആ സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അവർ വളരെ കംഫർട്ടാണ്. ജോലി ഉപേക്ഷിച്ച് പോരുക, അതിന് മറ്റു കാരണങ്ങൾ ഉണ്ടാകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഡിസിപ്ലിൻ വേണം. അത് നമുക്ക് ശീലിക്കാത്തതിൻ്റെ ഒരു പോരായ്മയും കൂടെ ഉണ്ട്. അതുകൊണ്ടേ ഉള്ളൂ. എന്തായാലും സാറേ, ഉപകാരപ്പെടുന്ന ഒത്തിരി പേർക്ക് വഴി കാണിക്കുന്ന ഒരു വലിയ ക്ലാസ്, നല്ല ക്ലാസ് ആയിരുന്നു ഇന്നത്തേത്. പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദി അറിയിക്കുന്നു സാർ. താങ്ക് യു. ഫാം ഡിയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലുണ്ട് 30 സീറ്റ്. അതുപോലെ തന്നെ അമൃത സ്കൂൾ ഓഫ് ഫാർമസിയിലുണ്ട്, ജൂബിലി മിഷനുണ്ട് തൃശ്ശൂർ, KMCH, PST കോളേജ് ഓഫ് ഫാർമസി, ഇവിടെ എല്ലാം 30 സീറ്റുകളുണ്ട്. സ്കീമാണ് പ്രധാനമായിട്ടും അതിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നത്. കേരള എൻട്രൻസിനെ ബേസ് ചെയ്ത് ഫീസൊക്കെ കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം. നീറ്റ് എന്നുള്ളതിന് ഫുൾ ഫോം എന്താ സാർ? നീറ്റ് എന്നുള്ളതിന് നീറ്റാണ് ഫുൾ ഫോം നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. സോ ഇതിൻ്റെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളൊക്കെ നമുക്ക് നടത്താം. ഇതൊരു പ്രൈമറി പഠനമായിട്ട് ചിന്തിക്കട്ടെ. ഏകദേശം എല്ലാ കോഴ്സുകളൊക്കെ ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുക. സ്വല്പം കൂടെ ഇനി ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് മനസ്സിലാവും. സ്പീഡ് കൂടി ഇങ്ങനെയുള്ള സ്പീഡ് കുറച്ച് പറയാം. ഗൈഡൻസിനും ഒക്കെ ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമ്മൾ കാണാവുന്ന പോയിന്റ്സ് ആയിരുന്നു. അങ്ങനെ അക്വയർ ചെയ്യാൻ പറ്റാത്തതായിരുന്നു. സാർ പറഞ്ഞ ഈ പോയിന്റുകളൊക്കെ സാധാരണക്കാരന് എവിടുന്ന് കിട്ടാൻ? ജനറലായിട്ട് കിട്ടണ്ടേ? ഞാൻ കമ്പാരിറ്റീവ് പഠിച്ചത്, അതുകൊണ്ടായിരിക്കും സ്പീഡ് കൂടി പോയത്. അല്ലേ തീരെയല്ല. ഞാൻ അങ്ങനെ വിചാരിച്ചു, പക്ഷെ വളരെ പെട്ടെന്ന് തീർന്നു പോയി. അതായത് ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്തത്. അല്ലെ, എങ്ങനെ എടുത്താലും രണ്ടാമത് റെഫറൻസ് ഇല്ലാതെ പറ്റിയല്ല. പിന്നെ നമ്മൾ റെക്കോർഡിങ് നോക്കി പറയാം. റെക്കോർഡിങ് നമുക്ക് നിർത്തി നോക്കാലോ. നോക്കാം. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതിന്റെ സ്പീഡ് കുറച്ച് കേൾക്കാം. സാബു സാറിന് തോന്നുന്നു പെട്ടെന്ന് തീർന്നു എന്ന്. പക്ഷെ മച്ച് ക്വാണ്ടിറ്റി ഇൻഫർമേഷൻസ് ആണ് സാർ. എത്രമാത്രമാ ഇത് ഹൈ സ്പീഡിലെ സാർ ഓടിയത്. സബ്ജക്ട് തീർന്നു പോയി. അത്രയും സ്പീഡിൽ പോയിട്ടാ ഈ കേട്ടിരിക്കുന്നവർക്ക് ആർക്കും അവിടം വരെ എത്താൻ പറ്റുന്നില്ല. ഈ വ്യക്തിയുടെ തന്നെ BVSCയും BSCയും ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു സെപ്പറേഷൻ നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടില്ല സാറേ. സാറ് പറയുമ്പോഴാണ് BSc ഉണ്ട്, സയന്റിസ്റ്റ് ബേസ്ഡ് ആയിട്ട് ടെക്നീഷ്യൻ ഒക്കെ. അതൊരു നൽകുമാർ സാറേ. സാറേ, എന്തായാലും സാറ് നല്ല രീതിയിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കി സ്റ്റഡി ചെയ്തിട്ടാണ് സാർ ഇവിടെ ക്ലാസ് അവതരിപ്പിച്ചത്. എല്ലാ തരത്തിലും അത് ഞങ്ങൾ സാധാരണ പേരൻസിന് പ്രത്യേകിച്ചും പിന്നെ സ്റ്റുഡൻസിനും ഇത് പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു അവയർനെസ് തന്നെ സാർ കൊണ്ടുവന്നു. ഇതിനകത്ത് കൂടുതലും സാറ് പറഞ്ഞത് നീറ്റ് ഇല്ലാതെ കണ്ടും നീറ്റ് പാസ്സായതിനു ശേഷവും പോകാൻ പറ്റിയ കോഴ്സുകളെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എത്രമാത്രം നമ്മുടെ സാമ്പത്തികത്തെ പറ്റിയൊക്കെ ഒന്ന് വിലയിരുത്താനും ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ളൊരു വിലയിരുത്തൽ നടത്താനും കൂടെ രക്ഷിതാക്കൾക്ക് സാധിക്കും. പിന്നെ ഈ പിള്ളേരെ നമ്മൾ സൂചന നൽകുകയൊക്കെ ഉണ്ടായി. പരീക്ഷ എഴുതി ഇനി ഇത്രയും വേക്കൻസിയാണ് ഉള്ളത്, ഇത്രയും പേര് എഴുതുന്നു. അപ്പൊ എന്തെങ്കിലും ഒന്ന് പരാജയപ്പെട്ടാൽ അവിടെ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ കുട്ടികളെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾ വിഷമം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും അവർ സൂക്ഷിക്കണം എന്നുള്ള ഒരു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് സാർ അടങ്ങിയിട്ടുണ്ട്. എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ സാർ ഇവിടെ മേജറായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതുകളാണ്. ഏതായാലും അതിനെപ്പറ്റി നല്ല വിശദമായിട്ട് തന്നെ സാറ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് തന്നെയല്ല, ഈ SLC PDC കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കാൻ പറ്റിയ ബാക്കി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട്. കാരണം മെഡിക്കൽ ഫീൽഡിൽ താല്പര്യമില്ലാത്ത കുട്ടികളും ഒത്തിരി പേരുണ്ട്.
ഞാനും SLC പാസ്സായി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അതായത് MBBS പോകുമെന്ന് പറഞ്ഞു. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം താല്പര്യം പറഞ്ഞാൽ ആ ഫീൽഡിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കൊരു സുഖം തോന്നിയില്ല. എനിക്ക് അന്നും ഇതുപോലെ ആർട്സ് വിഷയങ്ങളിലെ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലായിരുന്നു. അപ്പൊ ഇനിയും ഈ ഭാഗമല്ലാതെ കണ്ട് മറ്റേ ഇതിൽ താല്പര്യം, ടേസ്റ്റ്, പാഷൻ അനുസരിച്ച് നമ്മുടെ പഴയ കൺവെൻഷണൽ കോഴ്സസ് ഉണ്ട്. അപ്പൊ ലിറ്ററേച്ചർ, ഇംഗ്ലീഷ്, മലയാളം ലിറ്ററേച്ചറുകൾ, അതുപോലെ സാഹിത്യങ്ങൾ, അത് നമുക്ക് ആവശ്യമുള്ളതാണ്, സമൂഹത്തിൽ ആവശ്യമുള്ളതാണ് ഇതെല്ലാം. അവർക്ക് ആ രീതിയിൽ അറിവ് കൊടുക്കാൻ വേണ്ടി. പിന്നെ എഞ്ചിനീയറിംഗ്, സാറിന് അടുത്ത പ്രാവശ്യം അതും പറയുന്നുണ്ട്. സാറ് എൻ്റെ ആളാണല്ലോ, MTech-കാരൻ്റെ കൂടെ അല്ലേ. അപ്പൊ എഞ്ചിനീയറിംഗ് വിഭാഗം, പിന്നെ അത് വേറെ കോഴ്സുകളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ജിയോളജി, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. സാർ അതിനെ കൂടെ കൂടി ചേർക്കുമെന്ന് ഓർത്തു. ഇത് കൂടുതലും സാറ് സ്ട്രെസ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്. എന്തായാലും ആ കാര്യത്തിൽ എല്ലാവർക്കും നല്ലൊരു അവബോധം തന്നു. എന്തായാലും നല്ല ഒരു ക്ലാസ് ആയിരുന്നു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. നാളെ നമ്മൾ നമ്മളൊക്കെ പഠിക്കുമ്പോഴേ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അതായത് പ്രീ ഡിഗ്രിയുടെ മാർക്കായിരുന്നു. മാർക്കായിരുന്നു. 490 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുമായിരുന്നു. 490. അതെ അതെ അതെ. ഞാൻ ആക്ച്വലി സെക്കൻഡ് ഗ്രൂപ്പിലാണ് പ്രീ ഡിഗ്രി എടുത്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് മാർക്കില്ലാഞ്ഞിട്ട് ഞാൻ പിന്നെ PSCക്ക് പോയി കെമിസ്ട്രി എടുത്തു. അപ്പോൾ ആ കെമിസ്ട്രി എടുക്കുമ്പോഴത്തേക്ക് അവർക്കും പോകാം. സെക്കൻഡ് ഗ്രൂപ്പുകാർക്ക് BSc കെമിസ്ട്രി എടുക്കുന്നതിന് പോകാം. എനിക്ക് ഈ 490 മാർക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഫാദർ പെട്ടെന്ന് മരിച്ചുപോയി. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പോകാൻ പറ്റിയില്ല. ഇന്ന് ഇത്രയൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ എൻട്രൻസ് ഒക്കെ അത് കഴിഞ്ഞിട്ട് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ പേരേ. ഓക്കെ, സീ യു. ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് ഇഷ്ടപാട്ടുകളാണ്. എനിക്ക് തോന്നുന്നു ജോസഫ് ജോൺ സാറിന്റെ ഇഷ്ടപാട്ടുകൾ. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ഏതെങ്കിലും കവിതയാണോ? അല്ലല്ലോ. അതെ അതെ, നമ്മുടെ ജോസഫ് ജോൺ സാറല്ലേ, നമ്മളെ എടുക്കുന്ന സാറുണ്ടല്ലോ, സാറിന്റെ ഇഷ്ടഗാനങ്ങൾ നമുക്ക് എല്ലാവർക്കും പാടാം. പിന്നെ തീർച്ചയായും അല്ല, ഇങ്ങനെയല്ല, ഓരോരുത്തർക്ക് കൊടുക്കാം. ഓരോ ദിവസം ഓരോരുത്തർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്ത് അവരുടെ ഇഷ്ടഗാനങ്ങൾ പാടിക്കും. സാറിന് തരാം ഒരു ദിവസം. ഓക്കെ, ശരി.